കേരളത്തിൽ സ്ത്രീകൾക്ക് ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യമോ? ഇത് ചോദിക്കാൻ കാര്യം വേറൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും പീഡന കൊലപാതകങ്ങളും കൂടി വരികയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴി തട്ടിച്ച് പീഡിപ്പിച്ചു, കൊന്നു, കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, അങ്ങനെ 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 പരാതിയോട് പരാതി. പക്ഷെ ഇത്രയും വാർത്തകളും ഇത്രയും കൗൺസിലിങ്ങുകളും സ്കൂളുകളിലും കോളേജുകളിലും സമൂഹ മാധ്യമങ്ങളിലും ഇതൊക്കെ കൊടുത്തിട്ടും ഈ സ്ത്രീകൾ എന്താണ് ഇങ്ങനെയായി പോകുന്നത്? അപ്പോൾ പുരുഷന്മാർ മോശക്കാരല്ല എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മളൊരു 100 പീഡനങ്ങൾ എടുത്താൽ, വേണ്ട ഒരു 10 പീഡനങ്ങൾ എടുത്താൽ അതിൽ 7 എണ്ണവും സ്ത്രീകൾ മുൻകൈ എടുത്ത് സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് സ്ത്രീകൾ ഇങ്ങനെ ചെയ്തു എന്ന രീതിയിൽ തന്നെ അവസാനം ഈ പറയുന്ന സംഭവങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു? ശരിയാണ്. ഇപ്പോൾ ഷാനിക പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി പുറത്തു വന്നൊരു വാർത്തയാണ്, ഒരു വ്യക്തി 250ഓളം സ്ത്രീകളെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവരെ പറ്റിച്ചു എന്നൊരു വാർത്തയാണ് ഈ അടുത്ത് പുറത്തു വന്നത്, അല്ലേ? ഒരു വ്യക്തി, ഒരാണ് മാത്രം ഇരയായത് 250 സ്ത്രീകൾ. അങ്ങനെ ഒന്നോ രണ്ടോ ഒരു പക്ഷേ ചതിക്കപ്പെട്ടേക്കാം. പക്ഷേ ഈ 250ഓളം സ്ത്രീകളെയും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ആരെ കുറ്റം നമുക്ക് പറയാം? സത്യത്തിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട് പൗർണമി. സത്യത്തിൽ ഒരു യുവതി എന്ന നിലയിൽ കേരളത്തിൽ ജനിച്ച കൂടുതലും മലയാളികളാണ് ഈ പന്ന പരിപാടികൾക്കെല്ലാം നിന്ന് കൊടുക്കുന്നത്. മറ്റ് വിദേശ വനിതകളെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മുടെ നാട്ടിലെ മലയാളി സ്ത്രീകൾ ഇത്രയും കാലം എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ ഫെമിനിസ്റ്റ് ആണോ, എപ്പോഴും സ്ത്രീകൾ അല്ല, ഫെമിനിസ്റ്റ് ഒന്നും അല്ല. ബട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. ഞാനിപ്പോൾ ഈ വാർത്തകളുമായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ, മാധ്യമ പ്രവർത്തനത്തോട് ഈ ചർച്ചകളിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലും വാർത്തകളുടെ ഉള്ളടക്കങ്ങൾ തിരക്കി പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലൈംഗിക ദാരിദ്ര്യം, ഈ പറയുന്ന പോലെ സ്നേഹം കിട്ടാൻ കുട്ടികളെ ഉപേക്ഷിച്ചുകൊണ്ട്, ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എങ്കിൽ പിന്നെ നല്ലവന്മാരെ, അല്ലെങ്കിൽ ഇച്ചിരി അവനവൻ്റെ ശരീരത്തോടും അവനവൻ്റെ സ്വത്വത്തിനോടും ഇത്രയും ബഹുമാനമില്ലാത്ത സ്ത്രീകൾ എനിക്ക് തോന്നുന്നു മലയാളി സ്ത്രീകൾ മാത്രമായിരിക്കും. സ്വന്തം ശരീരത്തോട് ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഏതെങ്കിലും ഒരുത്തും ചോദിച്ചാൽ ഉടനെ എന്നെ തുറന്ന് കാണിച്ചു വെച്ച് കൊടുക്കുന്നത്. തുറന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ഈ കഴിഞ്ഞ ഇടയിൽ വന്ന എല്ലാ വാർത്തകളിലും അല്ലെങ്കിൽ എല്ലാ കേസുകളിലും വന്നത് എന്തിന് ഷാരോൺ മരിച്ച പോലും എന്തിന്റെ പേരിലാണോ? നഗ്ന ചിത്രങ്ങൾ കൈവശമുണ്ട്, അവൾക്ക് ഇത് കൊടുത്തില്ല, സ്വകാര്യ പേരിൽ ഭീഷണിപ്പെടുത്തി കിടപ്പറ രംഗങ്ങൾ ചിത്രീകരിച്ചു എന്നതിന്റെ പേരിലാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താൻ പറയാൻ വന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ ഇത്രയും ഈ 250 പേരിൽ ഏതാണ്ട് 10-50 എണ്ണമേ പരാതി കൊടുത്തിട്ടുള്ളൂ. ഇത് പോലീസ് സ്വയം കുഴുതോണ്ടി എടുത്താണ്. ഒരു മിടുക്കിയായ ഒരു ഡോക്ടർ, അവരും പറ്റിക്കപ്പെട്ടു. അതായത് ഇവന്റെ വലയിൽ വീണ ഒരു ഡോക്ടർ അവരിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, കല്യാണം. പക്ഷെ അവർക്ക് എന്തോ അവരൊരു സൈക്കാട്രിസ്റ്റ് സംതിങ് ലൈക്ക് ദാറ്റ്, അവര് ഡോക്ടറും കൂടാണ്. അപ്പൊ അവർ ഇവനെ ഒന്ന് നിരീക്ഷിച്ചു. അപ്പൊ ഇവന്റെ സ്ഥിരം പരിപാടി, ഇവന്റെ റീൽസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ മോട്ടിവേഷൻ കൊടുക്കുക സ്ത്രീകൾക്ക്. ആരെങ്കിലും ഭർത്താക്കന്മാരിൽ നിന്ന്, കാമുകന്മാരിൽ നിന്ന് സ്നേഹം കിട്ടാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് വരൂ, ഞാൻ തരാം, വാരിക്കോരി സ്നേഹം അങ്ങ് വാരി തരട്ടെ എന്ന് സുരാജ് ചോദിക്കുന്ന പോലെ ഓരി കൊടുത്തോണ്ടിരിക്കും. ഇത്ര എല്ലായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ സ്ത്രീ സമൂഹത്തിന് ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്ത? സാധാരണ നമ്മൾ പറയുന്ന ചോദ്യം അല്ലെ, സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ സംസാരം, അല്ലെങ്കിൽ ഒരു ചാറ്റ് ആയിക്കോട്ടെ, നേരിട്ടുള്ള സംസാരം ആയിക്കോട്ടെ, ഒരു ആക്ഷനിൽ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ കണ്ണിൽ നിന്നോ അല്ലെങ്കിൽ സംസാരത്തിലോ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഒരു ഏറെക്കുറെ അല്ല, അത് ഒരു 90% ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരാൾ ഏത് തരത്തിലാണ് ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് അറിഞ്ഞിട്ടും അങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം എന്താണ് ഇവർക്ക്? അപ്പൊ അവർക്ക് അതിനോടൊരു താല്പര്യമുള്ളതായിട്ട് 100% ഉണ്ട് പൗർണമി. കാരണം നമുക്ക് പൂർണ്ണമായിട്ടും പുരുഷന്മാരെ മാത്രം നമുക്ക് ഇതിൽ കുറ്റം പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഈ പറഞ്ഞ വ്യക്തി ഇവൻ റീൽസിൽ ഇരിക്കുന്നു, ലൈവിൽ ചാറ്റ് ചെയ്യുന്നു, ഇവൻ മോട്ടിവേഷൻ ആളെ വിളിക്കുന്നു, ഇതെല്ലാം കണ്ട് ഇവർ പോയെന്നിരിക്കുമ്പോൾ ഇവന്റെ ടോൺ മാറുമ്പോൾ ഇവൻ സെക്സ് ചാറ്റ് ചെയ്ത്, അതാണ് ഞാൻ പറയാൻ കാര്യം. ലൈംഗിക ദാരിദ്ര്യം ഇത്രയും കൂടുതലാണോ കേരളത്തിലെ സ്ത്രീകൾക്കെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ചെറിയ പ്രായത്തിലുള്ളത് തൊട്ട് 50-45 വയസ്സ് വരെ ഉള്ളവരൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്, കുട്ടികളുണ്ട്, നല്ല ജോലിയുണ്ട്, വിദ്യാഭ്യാസം, ഇതെല്ലാം ഇവർക്കുണ്ട്. പൊട്ടിക്കാളുകളൊന്നും അല്ല, ഗ്രാമത്തിൽ മാത്രമല്ല, കാട്ടുജാതികളെ ഒന്നും അല്ല വളച്ചെടുത്തത്. പക്ഷേ അപ്പോഴും എനിക്ക് കഴിഞ്ഞ ഒരു സോഷ്യൽ മീഡിയ ചാനലിരുന്ന നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു സോഷ്യൽ മീഡിയ ചാനലാണ്, അതിനകത്ത് മെയിൻ ആയിട്ടുള്ള അവതാരകൻ ഇരുന്ന് പറയുകയാണ്, വാർത്ത ഇതിനെക്കുറിച്ച് പറയുകയാണ്. പാവപ്പെട്ട സ്ത്രീകൾ ഇവന്റെ മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോയത്രേ. അവരെ സെക്സ് ചാറ്റ് ചെയ്ത് വശീകരിച്ചു. അങ്ങനെ വശീകരിക്കാൻ മാത്രമുള്ള വെറും അശുക്കളാണോ നമ്മുടെ സ്ത്രീകൾ? നാണമാകുന്നില്ലെന്ന് ചോദിച്ചു പോവാണ്. പാവക്കുട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നു, നമ്മൾ അതിനകത്ത് വീഴാൻ വേണ്ടി റെഡിയായി നിന്ന് കൊടുക്കുന്നു. അതല്ലേ ശരി? സത്യത്തിൽ ഇവൻ ആദ്യം ഈ പറയുന്ന പോലെ ദൈവത്തിന്റെ കാര്യങ്ങളൊന്നും അല്ല ഇവൻ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ഈ ആശ്വാസത്തിൽ നിന്ന് തുടങ്ങുന്നു, പിന്നീട് എല്ലായ്പ്പോഴും നമുക്കറിയാം. പണ്ടൊക്കെ ഈ ഓൺലൈൻ ചാറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നീ ഒറ്റയ്ക്കാണോ റൂമിൽ, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ എന്താ, പിന്നെ പോകുന്നത് എങ്ങോട്ടാന്ന് ഇച്ചിരി ഒരു പ്രാവശ്യം അനുഭവം കിട്ടിയ ബോധമുള്ള ഒരു സ്ത്രീക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അനുഭവം ഉള്ളവൾ അവളിലും കൂടെ കൺസെന്റോട് കൂടിയാണ് ഈ പറയുന്ന, അവനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ചിലവർ പറയുന്നു ഇവന്റെ ഉമ്മ വരെ കൂട്ടുന്നു ആയിരിക്കാം, കൂട്ടു നിൽക്കട്ടെ, അവർക്ക് കാശ് കിട്ടുന്നതല്ലേ. അതും പറയുന്നുണ്ടല്ലോ. അതായത് ഈ എല്ലാ സ്ത്രീകളുടെയും ഇതിനകത്ത് ഈ 250 പേരിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ ചിത്രങ്ങളിൽ ഇവന്റെ കൈവശമുണ്ട്, അല്ലെങ്കിൽ ഇത്
സൂക്ഷിച്ചിരിക്കുന്ന ലാപ്ടോപ്പ് ഈ പറയുന്ന ഇവന്റെ ഉമ്മയുടെ കയ്യിൽ, അതായത് അമ്മയുടെ കൈവശമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ അമ്മയുടെ അല്ലെങ്കിൽ ഈ ഉമ്മയുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ വരുന്നുണ്ട്. അതായത് മകനെ ന്യായീകരിച്ചുകൊണ്ടുള്ള അവര് പറയുന്നത് എന്താണെന്നറിയോ, അവരുടെ വോയിസ് ക്ലിപ്പിനകത്ത് സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് അവർ പറയുന്നത് എന്റെ മോനെ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടഡ് ഉപയോഗിച്ച് നിന്നെക്കൊക്കെ എതിരെയൊക്കെ ഞാൻ പണി തരും, നിന്റെയൊക്കെ ഹസ്ബൻഡുമാരുടെയൊക്കെ നിന്റെയൊക്കെ അച്ഛനും അമ്മയൊക്കെ പോയി ആത്മഹത്യ ചെയ്യട്ടടി എന്നുള്ളൊരു അവരുടെ ഒരു മലപ്പുറം ലാംഗ്വേജിലോ ഒരു കണ്ണൂർ ഭാഷയിലോ ഏതോ അവർ അതിനകത്ത് ആക്രോശിക്കുന്നുണ്ട്. ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവൻ ഈ 250 പേരെയും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ പൗർണമി, ഈ 250 പേരും ഇത്രയും വിഡ്ഢികളായിരുന്നോ? ഒരാള് സ്നേഹമെന്ന് പറയുമ്പോൾ അവളുടെ നഗ്നചിത്രങ്ങൾ കാണിക്കുമ്പോഴാണോ സ്നേഹം ഉണ്ടാകുന്നത്? അവൻ നേരിട്ട് വരാൻ പറ. അവനെ ബുദ്ധിമാനെന്ന് വിളിക്കാവോ എന്നറിയില്ല, പക്ഷെ അവൻ ഈ നഗ്നചിത്രങ്ങൾ മാത്രമല്ല ഇവരുടെ പക്കൽ നിന്ന് ആവശ്യപ്പെട്ടതും വാങ്ങുന്നു. ഇവരിൽ നിന്നെല്ലാം പല പല കാര്യങ്ങൾ പറഞ്ഞ് പണവും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ പണം പോയൊരു ഡോക്ടറാണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഈ പറ്റിക്കപ്പെട്ട, എന്നിട്ടും എല്ലാവരെയും ഒന്നും അവർക്ക് കിട്ടിയില്ല. പറ്റിക്കപ്പെട്ട 3, 4, 5 സ്ത്രീകളെ അവർ കൂട്ടി അവരൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇവനെ വെട്ടിലാക്കുന്നത്. അങ്ങനെയാണ് ഇത് പോലീസ് അതിനകത്ത് ശാരിക ശ്രദ്ധിച്ചോ, അതായത് ഇവർ ഈ പറയുന്ന ഈ ഡോക്ടർ അന്വേഷണം നടത്തിയപ്പോൾ ഈ കല്യാണം കഴിക്കാത്ത ആളുകൾ, ഇതിനകത്ത് സിംഗിൾ ആയിട്ടുള്ള ആളുകളുണ്ട് ഈ തട്ടിപ്പിന് ഇരയായവരില്, അങ്ങനെയുള്ള എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ജനുവരിയിൽ കല്യാണം നടത്താം. എല്ലാവരോടും ഒരുപോലെ പറഞ്ഞേക്കുവാ ഈ ജനുവരിയിൽ കല്യാണം നടത്താം. അതെ, ഇതിപ്പോ സീരിയലുകൾ ഞാനൊക്കെ ചില വധം സീരിയലൊക്കെ എന്റെ വീട്ടിലെ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. സത്യത്തിൽ അതെത്രയോ ഭേദം. അതിൽ എത്രയോ അതിനകത്തൊരു കല്യാണ വീരിന്റെ കഥയൊക്കെ പറയുന്നത് സീലേഷനിലുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നടക്കും, ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ഇരുന്ന് കാണുന്നതെന്ന് ഞാൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തോന്നുന്നു ജീവിതം ഇതിനേക്കാളും എത്രയോ ഭീകരവും മാരകമാണെന്ന്. കാരണം അതുകൊണ്ടാണല്ലോ 250 പെണ്ണുങ്ങളെ വശീകരിക്കുക എന്ന് പറയുമ്പോൾ ആരുവാ ഇത് ഇവന്റെ അവന് ഒരു വലിയ പ്രായമില്ല. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പോലും ഇങ്ങനെ പോലുള്ളവന്മാർ ഇങ്ങനെയുള്ളവന്മാർ നാണക്കേടാണ്. പിന്നെ ഇതിനു മുൻപും ലൈംഗിക ആരോപണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. ചെറിയ പയ്യൻ, എനിക്കൊന്ന് 2 വർഷം 1 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൂടെ പരിചയപ്പെട്ട് അവൻ വിവാഹ വാഗ്ദാനം നൽകി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞൊരു കേസ് അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇതൊക്കെ കാലാകാലങ്ങളല്ല ഓരോ ദിവസവും നടന്നിട്ടും അല്ലെ എന്തോരം വാർത്തകളാണ് ഈ പീഡന വാർത്തകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പൈസ സൈബർ തട്ടിപ്പുകളായിക്കോട്ടെ, നിരന്തരം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ യുഗത്തിലല്ല, ഞാൻ ഈ രാജ്യത്തല്ല, ഈ നാട്ടിലല്ല ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കുറച്ചൊക്കെ ഈ അപ്ഡേറ്റഡ് ആവുമ്പോൾ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരെ ഉപദേശിക്കാൻ നമ്മൾ എപ്പോഴും ഭയങ്കര വില്ലിങ്. അല്ലെങ്കിൽ പൗർണമി പണ്ടൊക്കെ നമ്മുടെ വീട്ടുകാർ പേടിച്ചിരുന്നത് 16 കാര്യങ്ങളെയും 17 കാര്യങ്ങളും, ഇന്നിപ്പോ 47 കാര്യം 50 കാര്യമൊക്കെയാണ്. അതായത് ഈ അടുത്തല്ലേ ഈ ഭർത്താവിന്റെ ചിത കത്തി തീരുന്നതിന് മുമ്പ് കാമുകനുമായിട്ട് ഇറങ്ങിപ്പോയൊരു ന്യൂസല്ലേ അത്? പിന്നെ ഞാൻ എവിടെയോ റീൽസിലോ എന്തിനോ കണ്ടിരുന്നു. അപ്പൊ ചിത കത്തിയപ്പോൾ ഒളിച്ചോടി, ഇതിനെയാണ് ചതി എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞോണ്ടാണ് അതിന്റെ ക്യാപ്ഷൻ വന്നിരിക്കുന്നത്. നമ്മള് സത്യത്തില് ലജ്ജയെന്നല്ല തൊലി ഉരിഞ്ഞു പോവുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ. കാരണം നമുക്ക് എപ്പോഴും പറയും, പുരുഷന്മാരെപ്പോഴും പരാതിപ്പെടുന്നുണ്ട്, ഈ ഞങ്ങളുടെ വേദന ആരും കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് വേണ്ടി ഒരു അസോസിയേഷൻ ഇല്ല, എല്ലായ്പ്പോഴും ഞങ്ങൾ ഇരകളാകും. സീരിയസ്ലി അവർക്ക് വേണ്ടി ഇപ്പൊ WCC എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി ഉറപ്പായിട്ട് ഈ പറയുന്ന പുരുഷൻ അസോസിയേഷൻ അജിത് വട്ടിയൂർക്കാവോട് എനിക്കൊരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കിട്ടുക. ഇന്റർവ്യൂ അല്ല, ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ അദ്ദേഹം ഒരിക്കൽ ഒരു ചാനലിലുണ്ടായിരുന്നു, ചാനൽ ചർച്ചയ്ക്ക്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഈ പറയുന്ന പോലെ ഒരു പുരുഷന് ഒരു അസോസിയേഷൻ ഉണ്ടാവട്ടെ, തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാഹുൽ ഈശ്വറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയും ഉറപ്പായിട്ടും ഒരു അസോസിയേഷൻ, ലീഗലി ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അവർക്കും വരട്ടെ, അവരുടെ കാര്യങ്ങളും വന്ന് അവർ പറയട്ടെ. അതോടൊപ്പം തന്നെ എല്ലായിടത്തും നീതിയല്ലേ നടപ്പാക്കേണ്ടത്. എല്ലാ പുരുഷന്മാരും മോശക്കാരല്ല, എല്ലാ സ്ത്രീകളും മോശക്കാരല്ല. പക്ഷേ എല്ലായ്പ്പോഴും പുരുഷനാണ് ലൈംഗിക ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്നത്, അവരാണ് ചതിയന്മാരെന്ന് പറയുന്നത് നമ്മൾ ഇനി തിരുത്തിയേ പറ്റുള്ളൂ. അതായത് ഈ 250 സ്ത്രീകളെ ഇവന്റെ വലയിലാക്കി അല്ലെങ്കിൽ ഇവർ ഈസി ആയിട്ട് വലയിൽപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കേരളത്തിൽ അവന്റെ മിടുക്കല്ല, അവന്റെ മിടുക്ക് മാത്രമല്ല, അപ്പൊ കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാതെ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ട്. ഈ പറയുന്ന പോലെ വീട്ടിൽ നല്ല രീതിയിൽ കഴിയുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ നല്ല രീതിയിൽ ഭർത്താക്കന്മാരോ വീട്ടുകാരോ നോക്കുന്നവരും എല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അവരെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും എന്തുകൊണ്ടാണ് കൂടുതലും സ്ത്രീകൾക്ക് ഇത്രയും പ്രായപൂർത്തിയായ അല്ലെ ഇത്രയും അനുഭവങ്ങളുള്ള ഇത്രയും വാർത്തകളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഇവർക്ക് ഈ തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഒരു പഠനം ശരിക്കും നടത്തേണ്ടതല്ലേ? തീർച്ചയായും നടത്തേണ്ടതാണ്. ഇതിന് ഒരു സർവേയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, തീർച്ചയായിട്ടും കൗൺസിലിംഗ് കൊടുക്കണം. കേരളത്തിലെ എല്ലാ വീട്ടിലെയും ഇപ്പം തെറ്റ് ചെയ്യുന്നവരോ അല്ലാത്തവരോ ആയിക്കോട്ടെ, എല്ലാ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായഭേദമന്യേ സ്ത്രീ ജനങ്ങൾക്ക് നല്ലൊരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഇതൊന്നും അല്ല റീൽസ് അല്ല ജീവിതം, ഇതൊന്നും അല്ല ലൈംഗികത, ഇതൊന്നും അല്ല കാമം, ഇതൊന്നും അല്ല സെക്സ് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ, ബോധമുള്ള ആൾക്കാർ. അത്രമാത്രം പറയാനുള്ളൂ.